സ്റ്റാൻഡേർഡ് 5 യൂണിറ്റ് 9 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. റിമൈൻഡേഴ്സ് എങ്ങനെയാണ് ഓരോ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എന്നുള്ള ടേബിളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആദ്യം ഏതെങ്കിലും ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനി നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2 ലാസ്റ്റ് ഡിജിറ്റാണ് നോക്കേണ്ടത്. ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ ആണെങ്കിൽ അത് റിമൈൻഡർ 0 ആയിരിക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ നെക്സ്റ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ലെസ് ദെൻ 5 ആണെങ്കിൽ ആ നമ്പർ തന്നെയായിരിക്കും റിമൈൻഡർ. ഇനി മോർ ദെൻ 5 ആണെങ്കിൽ നമ്മൾ 5നെ ആ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ 9 ആണെങ്കിൽ 9 മൈനസ് 5, അപ്പോൾ റിമൈൻഡർ 4 ആയിരിക്കും ഉത്തരം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് 1 ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് റിമൈൻഡർ ആയിട്ട് വരിക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റാണ് ആ നമ്പറിൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലാസ്റ്റ് 2 ഡിജിറ്റിനെ എന്താണോ റിമൈൻഡർ ആയിട്ട് വരുന്നത് അതാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുക. ഇനി 8 കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തിട്ട് 8 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും ആ നമ്പറിൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2357 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പറാണ്, ഒറ്റസംഖ്യയാണ് 7. ഒറ്റസംഖ്യ ആണെങ്കിൽ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്, അപ്പോൾ റിമൈൻഡർ 0 ആണ്. അതുപോലെ തന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 റൂളാണ്. ലാസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ 5 ആണെങ്കിൽ അത് തന്നെയാണ് റിമൈൻഡർ. ലാസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇപ്പോൾ 7 ആണല്ലോ ഇവിടെ ഉള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 7 മൈനസ് 5 നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ 2 ആണ് കിട്ടുന്നത്. അതായിരിക്കും റിമൈൻഡർ. സോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 566 ഡിവൈഡഡ് ബൈ 10. 10 ആണെങ്കിൽ നമുക്ക് റിമൈൻഡർ ലാസ്റ്റ് ഡിജിറ്റാണ്. ഇനി 100 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് റിമൈൻഡർ ആയിട്ട് വരിക. ഇനി 1000 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റാണ് റിമൈൻഡർ ആയിട്ട് വരിക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിമൈൻഡർ 6 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ റിമൈൻഡർ 46 ആണ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യനിൽ റിമൈൻഡർ 333. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോകാം. നെക്സ്റ്റ് നോക്കിയേ. 5528 ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ടാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 4 എന്താണ് റിമൈൻഡർ? 0 ആണ് റിമൈൻഡർ. Therefore 5528 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ വിൽ ബി 0. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോയാലോ. 4533 ഡിവൈഡഡ് ബൈ 4. ഇവിടെ 33നെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 4 8s are 32 ആണ്. അപ്പോൾ ആ റിമൈൻഡർ നമുക്ക് 1 ആണ് കിട്ടുക. അതായിരിക്കും ഈ ഫുൾ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ therefore 4533 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോഴും നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. ലാസ്റ്റ് 3 ഡിജിറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 802 ആണ്. അപ്പോൾ അതിന് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണോ റിമൈൻഡറായി കിട്ടുന്നത് അതായിരിക്കും ആ ഫുൾ നമ്പറിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഇവിടെ 802നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? റിമൈൻഡർ 2 ആണ്. അപ്പോൾ അതാണ് റിമൈൻഡർ. ഇവിടെ ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നമ്പറിനെ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 0s ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ മറക്കരുത്. താങ്ക് യു.